ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പഠന സഹായിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദേശീയോദ്യാനങ്ങളെ പറ്റിയിട്ടാണ്. നമ്മൾ കേരളത്തിൽ 5 ദേശീയോദ്യാനങ്ങളാണുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് വന്നിട്ട് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്. 1985 നിലവിൽ വന്ന നാഷണൽ പാർക്കാണ് സൈലൻറ്റ് വാലി. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ നീലഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് സൈലൻറ്റ് വാലി. സിംഹവാലൻ കുരങ്ങ്, നീലഗിരി ലംഗൂർ, മലയണ്ണാൻ ഇവ മൂന്നുമാണ് സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൽ നിലകൊള്ളുന്ന ജീവജാലങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സെലനസ്. പിന്നെ നമ്മുടെ കുന്തിപ്പുഴ ഒഴുകുന്നത് സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ തീരത്തൂടെയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള നാഷണൽ പാർക്കാണ് സൈലൻറ്റ് വാലി. രണ്ടാമത് വന്നിട്ട് ഇരവികുളം ദേശീയോദ്യാനം. 1978 നിലവിൽ വന്ന നാഷണൽ പാർക്കാണ് ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇരവികുളം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയുടെ ഒരു ചെറിയ ഭാഗത്തുമായിട്ടാണ് ഇരവികുളം ദേശീയോദ്യാനം നിലകൊള്ളുന്നത്. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. ഒരു വ്യാഴവട്ടകാലത്ത് പൂക്കുന്ന നീലക്കുറിഞ്ഞി, അത് ഒരു വാഴവട്ടകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 വർഷമാണ്. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി സ്ഥിതി ചെയ്യുന്നതും ഈ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. ഇനി മൂന്നാമത്തെ ദേശീയോദ്യാനമാണ് ആനമുടിച്ചോല ദേശീയോദ്യാനം. 2003 നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് ആനമുടിച്ചോല. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പശ്ചിമഘട്ട മേഖലയിൽ സമൃദ്ധമായിട്ടുള്ള ജൈവവൈവിധ്യത്താലും അപൂർവമായി കാണപ്പെടുന്ന ചോലവന പുൽമേടുകളാലും പ്രശസ്തമായിട്ടുള്ള ദേശീയോദ്യാനമാണ് ആനമുടിച്ചോല എന്ന് പറയുന്നത്. 7.5 ചതുരശ്ര കിലോമീറ്ററാണ് ആനമുടിച്ചോലയുടെ വിസ്തൃതി. നീലഗിരി താറ്, ഇന്ത്യൻ കാട്ടുനായ, നീലഗിരി മാർട്ടൻ ഇവ മൂന്നുമാണ് ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവജാലങ്ങൾ. പാമ്പാറ്, ചിന്നാറ് ഈ 2 നദികളും ഒഴുകുന്നത് ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെയാണ്. നാലാമത് വന്നിട്ട് പാമ്പാടുംചോല ദേശീയോദ്യാനം. 2004 നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല ദേശീയോദ്യാനം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല ദേശീയോദ്യാനം. സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. 1.3 ചതുരശ്ര കിലോമീറ്ററാണ് പാമ്പാടുംചോലയുടെ വിസ്തൃതി എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം. 2003 നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് മതികെട്ടാഞ്ചോല. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് മതികെട്ടാഞ്ചോല. 12.82 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. നമ്മുടെ പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തെയും ഇരവികുളം ദേശീയോദ്യാനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയോദ്യാനമാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം. ഇത്രയാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ വരുന്നത്. താങ്ക് യു.